പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റം ബന്ധങ്ങൾ ശിഥിലമാക്കിയെന്ന് CK രാജേന്ദ്രൻ. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബത്തിലേക്കുള്ള മാറ്റം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയതായി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ പറഞ്ഞു. പുത്തൻപുരയിൽ പടയത്ത് ഫാമിലി യൂണിറ്റിന്റെ 5ാമത് വാർഷികവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുവാൻ കൂട്ടുകുടുംബത്തിൽ ഒരു കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് അണുകുടുംബങ്ങളായി, പ്രത്യേകിച്ച് കേരളത്തിൽ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ തീർച്ചയായും ഇത്തരം കുടുംബ സംഗമങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ഒത്തൊരുമിച്ച് കൂടുവാനും എല്ലാവരും കുട്ടികളും അപാകരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇതുപോലെ ഇരുന്ന് സന്തോഷങ്ങൾ പങ്കുവെച്ച് നമ്മുടെ കുടുംബ വിശേഷങ്ങൾ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് കുടുംബക്കാരണവരുടെ കീഴിൽ ഒരുമയോടും ഐക്യത്തോടും പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം മാറിയിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥയിൽ കുടുംബസംഗമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ദിവസം ഒത്തുചേരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കാണുവാനും സൗഹൃദം പങ്കുവയ്ക്കാനും സാധിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കാൻ ഇത്തരത്തിലുള്ളവർ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. PPF പ്രസിഡന്റ് PK ഫസ്ലുദ്ദീൻ അധ്യക്ഷനായിരുന്നു. എടപ്പുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. PK നൌഷാദ്, PK മുഹമ്മദ് ബഷീർ, മുഹമ്മദ് കുഞ്ഞ് നാലുകണ്ടം, PA യൂസഫ് മുട്ടത്തിപ്പറമ്പ്, R ഖർസ പടയത്ത്, മുജീബ് റഹ്മാൻ, PK അബ്ദുൽ ജലീൽ, സൈഫുദ്ദീൻ, അജ്മൽ ഫസർ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മുനമ്പം ഷിയാസ് മാസ്റ്ററുടെ കുടുംബം സർഗകവാടം പഠന ക്ലാസ് നടന്നു. മുതിർന്ന അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളോടെ കുടുംബസംഗമം സമാപിച്ചു. മറ്റ് കാര്യങ്ങളെയും കരക്കിപ്പെട്ടു പോകുമ്പോൾ പ്രായാധിക്യമായ ആളുകൾ ഒറ്റപ്പെട്ട വീട്ടിൽ മാത്രം കഴിയുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അവരെയും കൂടി ഇത്തരം വേദികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ സന്തോഷം പകരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഇത്തരം കുടുംബ സംഗമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.